പ്രശ്നം ഇത് ഈ ഇതിന്റെ KSDCയുടെ ചെയർമാനായിരിക്കുന്ന ആളെ വീട് വെച്ച് തന്നാൽ കിച്ചുവിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കിച്ചുവിനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഹൈദരാബാദിൽ പോവാന്ന് പറഞ്ഞു, എന്തോ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പം കിച്ചുവിന്റെ അടുത്ത് പറഞ്ഞു, കിച്ചുവേടാ നിനക്ക് വീടിനെ പറ്റി വല്ല പരാതിയോ കംപ്ലൈന്റോ ഉണ്ടെങ്കിൽ ഇക്കാനെ വിളിക്കണം, എന്തെങ്കിലും തടസ്സമായിട്ട് അവർ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. ഭൂമി തിരിച്ചു മേടിക്കുന്ന അടക്കം ആണ് ഈ വിഷയം. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പള്ളിയിലച്ഛൻ വന്നിട്ട് കുറച്ച് കാര്യം പറയുന്നു, പിന്നെ ഫിറോസിന്റെ ഒരു ഇതുണ്ട്, പിന്നെ നമ്മുടെ തങ്കച്ചൻ, എന്റെ തങ്കു ഇന്നലത്തെ കൂട്ടൊന്നും അല്ല കേട്ടോ, ആള് ഭയങ്കര സൈലന്റ് ആയിട്ടുണ്ട്. തങ്കു കുറച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം. എങ്ങനാ ഇതിപ്പോ തങ്കുവിന്റെ തനി സ്വഭാവം, തങ്കുവിന്റെ പോട്ടെ, രേണുവിന്റെ തനി സ്വഭാവം, 10 എന്ന് പറയുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പൊ കൂടുതൽ വളച്ചൊടിയിലൊന്നുമല്ല, നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോകും. തൊപ്പി വെക്കുന്നില്ലല്ലേ? തൊപ്പി വെക്കണ്ട. ഓക്കെ, എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഫിറോസ് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ കിച്ചുവിന് ആ വീട്ടിലോട്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, മീൻസ് ആ വൃത്തികേടായിട്ട് കിടക്കുന്നതിനെ കുറിച്ച് ഫിറോസ് പറയുന്നുണ്ട്. കിച്ചു പറഞ്ഞത് എന്താണെന്നുള്ള രീതിയിൽ പുള്ളി പറയാതെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, പറ്റുവാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ യൂട്യൂബിൽ വന്നിട്ട് ഒന്ന് സെർച്ച് ചെയ്യണേ. അത് എൻ്റെ ചാനൽ ചെറിയൊരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്, അപ്പോൾ 2 ആഴ്ച കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. എല്ലാവരും ഡാനി സത്യം ഒന്ന് സെർച്ച് ചെയ്തിട്ട് കയറുന്ന വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പോലും അങ്ങനെ തന്നെയായിരുന്നു. കിച്ചുവിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കിച്ചുവിനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഹൈദരാബാദിൽ പോവാന്ന് പറഞ്ഞു, എന്തോ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പം കിച്ചുവിന്റെ അടുത്ത് പറഞ്ഞു, കിച്ചുവേടാ നിനക്ക് വീടിനെ പറ്റി വല്ല പരാതിയോ കംപ്ലൈന്റോ ഉണ്ടെങ്കിൽ ഇക്കാനെ വിളിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയണം, ഞാൻ അവിടെ ആളെ വിട്ടിട്ട് എല്ലാം ശരിയാക്കി തരാം. അവിടുത്തെ ടാപ്പ് ഫിറ്റിംഗ്സിനും ഈ പറയുന്ന വാഷ് ബേസിനും ഒരുവിധം 99% സാധനങ്ങൾക്കും വാറണ്ടി ഉള്ളതാണ്. നമുക്ക് ബില്ലും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എന്ത് വേണമെങ്കിലും നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടും, എന്ത് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹൈദരാബാദ് പോയി വന്നിട്ട് വീടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഞാൻ ഇക്കാനെ വിളിക്കാനും പറഞ്ഞു. കിച്ചു ഇപ്പൊ റീസെന്റ് ആയിട്ട് ആ വീട് കണ്ടിട്ടുള്ള ആളാണ്, അവിടെ പോയിട്ടുള്ള ആളാണ്. അപ്പൊ കിച്ചു എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും അവിടെ മാറ്റം വരുത്തേണ്ടതുണ്ട്? മാറ്റം വരുന്നുണ്ട്. കിച്ചുവിന്റെ അടുത്ത് ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. ടോയ്ലറ്റിന്റെ വൃത്തി, അതേപോലെ വാഷ് ബേസിന്റെ വൃത്തി, അതിനൊക്കെ കിച്ചു നെഗറ്റീവായിട്ടാണ് എനിക്ക് റിപ്ലൈ തന്നത്. കിച്ചു മീൻസ് സാറ്റിസ്ഫൈഡ് അല്ല, ഈ പറയുന്ന ഞാനും സാറ്റിസ്ഫൈഡ് അല്ല. എന്താ വെച്ചാല് അവിടെ ബാത്റൂം ഒന്നും വൃത്തിയായിട്ടല്ല സൂക്ഷിക്കുന്നത്. ല്ലോ കിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാനേ ഉള്ളൂ. കിച്ചു നമുക്കും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാനിപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാക്കാനേ ഉള്ളൂ. അതാ ഞാൻ ഈ വന്നിട്ട് പറയുന്നത്, നമ്മളില്ല മണിച്ചിത്രത്തിനകത്ത് മോഹൻലാലിൻ്റെ കൂട്ട് എല്ലാം അറിയാവുന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബിഷപ്പ് പള്ളിയിലച്ഛൻ, നമ്മുടെ അവർക്ക് വസ്തുവും കാര്യങ്ങളൊക്കെ കൊടുത്ത അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കേട്ടോ. അവിടെ ഒരു നല്ലൊരു മനുഷ്യൻ, പ്രത്യേകിച്ച് പിന്നെ ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഒരു നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന വീഡിയോയിലോട്ടൊന്ന് പോവാം. അതിലെ 7 സെന്റ് സ്ഥലം കുഞ്ഞുങ്ങൾക്ക് സ്വമനസാലെ എൻ്റെ പൂർണ്ണ സമ്മതത്തോട് സന്തോഷത്തോടെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. അവരവിടെ സന്തോഷത്തോടെ താമസിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കേൾക്കുന്നു അവരത് പൂട്ടിയിട്ടിട്ട് വാടകയ്ക്ക് പോവുകയാണെന്ന്. അപ്പോഴത് അനർഹമായ ഒരു കരങ്ങളിൽ എത്തിയ പോലല്ല ഇപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഇത്രയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് KHDC എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ MD അടക്കം, 24 ചാനലിലെ MD അടക്കം, ഞാനടക്കം, അങ്ങനെ നിരവധി പേര് ചേർന്ന് പണിത് കൊടുത്ത ഈ വീട്ടിൽ ഇന്നൊരു ചാനലിൽ കൂടെ അവർ പറഞ്ഞു ഞങ്ങളത് വീട് പൂട്ടി താക്കോൽ ആരും ഏൽപ്പിച്ചിട്ട് അവർ മടങ്ങുകയാണെന്ന് പറഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? അപ്പോൾ അർഹതപ്പെട്ട എത്ര പേര് ഈ സംസ്ഥാനത്ത് ഞാനിവിടെ എത്ര പേർക്ക്, ഏകദേശം 10ഓളം കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ, നിർധന കുടുംബങ്ങൾ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഞാൻ അവർക്ക് വീട് വെക്കുവാൻ സ്ഥലം കൊടുത്തൊരു എൻ്റെ കുടുംബത്തിൽ നിന്ന് കൊടുത്തൊരു ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ പറഞ്ഞ് ഈ വീട് പൂട്ടി അവർ പോകുമ്പോൾ എന്താ അടുത്തതെന്നറിയോ? ബിഷപ്പിൻ്റെ അവിടെ താമസിക്കാൻ സ്വസ്ഥത കിട്ടാഞ്ഞിട്ട് അവർ മടങ്ങി എന്നുള്ളതാവും. അവിടെ എനിക്ക് വരാൻ പോവാം. ദയവ് ചെയ്ത് പൊതുസമൂഹം ഇത് മനസ്സിലാക്കണം. എൻ്റെ കുഴപ്പം കൊണ്ടല്ല അവർ വീട് വിട്ടു പോകുന്നത്. അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവർ വീടിന് ചോർച്ചയുണ്ടെന്ന് പറയുന്നു. ആ ചോർച്ചയും മറ്റ് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ഞാൻ ആ വസ്തു എഴുതി കൊടുത്തു എന്നുള്ളൊരു തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു, കരമടയ്ക്കുന്നു, കൈവശ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ട്, എല്ലാ ഡോക്യുമെൻറ്റ്സ് അവർക്ക് ഓക്കെയാണ്. അപ്പോൾ എന്നെ ഒരിക്കലും ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ലെന്ന് ഞാൻ പൊതുസമൂഹത്തോട് വളരെ വിനയമായിട്ട് ഞാൻ ഉറപ്പിക്കുകയാണ്. ഇപ്പം എൻ്റെ പൊന്നച്ഛ, ഞാനൊരു കാര്യം പറയാം. എന്തിനാ നിങ്ങൾ ഇവരൊക്കെ ഒരു പള്ളിയിലെ അച്ഛനാണ്, നിങ്ങൾ അത് ആദ്യം ആലോചിക്കണം. നിങ്ങളെന്തിനാ ഈ ഇങ്ങനെ കിടന്ന് സംസാരിക്കേണ്ട വല്ല ആരും ഉണ്ടോ? അച്ഛ അറിയാൻ പറ്റത്തുണ്ട്. ഞാൻ അച്ഛനോട് ചോദിക്കുക, അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുക. അച്ഛൻ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, നാട്ടുകാർക്ക് അറിയാൻ കാര്യം. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? എൻ്റെ പൊന്നച്ഛ, ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ആരുടെ ഭാഗത്താ തെറ്റ് എന്താണെന്നൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അച്ഛൻ വന്നിട്ട് ഇന്ന പോലാണോ അങ്ങനെയാണോ മറ്റൊന്നും പോയി അതിൻ്റെ ഒരു ആവശ്യമില്ല. വിട്ടുകളാ. റോഡിൽ കിടന്ന് പട്ടി വരയ്ക്കുന്ന ആനയ്ക്ക് എന്താ കാര്യം? ആ മൈൻഡിലെടുക്ക്. നാട്ടുകാർ മൊത്തം കാണുന്നതാണ്. പറഞ്ഞ് മനസ്സിലാക്ക്. അച്ഛൻ്റെ കാര്യമൊക്കെ നോക്കി അവിടെ 5 ഏക്കർ ഉണ്ടല്ലോ, പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി അങ്ങ് പോവുക. പിന്നെ മുഖത്ത് നോക്കി ഇവരോട് കാര്യം എന്ന് പറഞ്ഞേക്കണം. ഇമാതിരി പരിപാടി മേലെ കാണിക്കരുത്.
ഇമാര് അവരിട്ടിട്ട് പോവാണെങ്കിൽ പോട്ടെ, ആ ഒരു മൈൻഡ് വെച്ചാൽ മതി. ചുമ്മാ കൊച്ചു പിള്ളേരെ പോലെ അച്ഛാ ഇങ്ങനെയൊക്കെ ആവുന്നത് ശരിയാണോ? എനിക്കിതൊരു ബ്ലഡ് പ്രഷറിന് ഒരു കാരണമായി. ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്, ഇനി ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവശത അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ പ്രയാസം വന്ന ഒരാളെന്നോട് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ പേടി വരും എനിക്ക്. കാരണം ചൂടുവെള്ളത്തിൽ വീണ ഒരു പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോൾ ഭയമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എനിക്കിപ്പോഴത്തെ അവസ്ഥ. കാരണം ഇവിടെ ഒത്തിരി നിർധനരായിട്ടുള്ളവർ എനിക്ക് അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു. ആ അപേക്ഷകളൊക്കെയും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാറുടെയും ഈ നമ്മുടെ എൻ്റെ സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുടിയുടെയൊക്കെ വാക്ക് കേട്ട് ഞാൻ ഈ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലോട്ട് ഞാൻ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകിയത്. അതോർത്തൊരു കുറ്റബോധമല്ലോ ഉള്ളത്. പക്ഷേ ഇപ്പോൾ അവർ ആ വീട് പൂട്ടി പോകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ആ രേണുസുതി എന്ന് പറഞ്ഞ ആ താരം ഒരു ഇൻ്റർവ്യൂവിന് അവർ കൊടുത്ത ഉത്തരമാണ്, ഞങ്ങൾ അവിടുന്ന് ഉടൻ തന്നെ വേറൊരു വാടക വീട്ടിലേക്ക് മാറുകയാണ്, ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അത് മാത്രമല്ല ഇപ്പോൾ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു ഏരിയയാണ്, ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറയുന്നത്. ഒറ്റപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം പീയൂഷ് വന്നപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇതൊരു എങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒറ്റപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. സേഫ് ആയിട്ടുള്ള ഒന്നുകൊണ്ട് ഈ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രമാത്രം ഈ നാട് വളരെ ശാന്തമായ ഒരു നാടാണ്. ഈ ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയാണ് ഈ സ്ഥലം. ഇവിടെ എല്ലാവരും ഒരുമിച്ച്, ഞാൻ പറയട്ടെ, ഇവിടുത്തെ ഹിന്ദുസ്, ക്രിസ്ത്യൻ, മുസ്ലിം ഒറ്റപ്പെട്ട സ്ഥലം. ചേച്ചി കോളനി താമസിച്ചതിന്റെ എല്ലാ ഗുണങ്ങളും ഇപ്പോഴും ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ചേച്ചി ഒരു നിലയിലായില്ലേ രേണു ചേച്ചി ഇപ്പം? ഇനിയെങ്കിലും ആ കോളനി സ്വഭാവം, അയ്യോ കോളനിക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ, ചില സ്വഭാവങ്ങളുണ്ട്, ചില ആൾക്കാരുണ്ട്, അതേ ഗണത്തിൽപ്പെടുത്താൻ ചേച്ചിക്ക് ഇപ്പോഴും അതുപോലുള്ള സ്ഥലത്ത് കിടന്നാലേ ചേച്ചിക്ക് ഉറക്കം വരത്തുള്ളെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം ഇങ്ങോട്ടാരും വരല്ലേ, അവൻ കോളനി ഉള്ളവരെ മോശമാക്കിയെന്ന് അങ്ങനെയല്ല പറയുന്നത്. ചില ടീംസുകളുണ്ട്, ആ ഗണത്തിൽപ്പെടുത്തും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന്റെ പേരിൽ ഇനി തെറി വിളിക്കാനൊക്കെ ആരും ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, പറയുന്നതിനൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇനി തങ്കുവിന്റെ ഒരു വീഡിയോയിലോട്ട് പോകാം. എൻ്റെ അപ്പൊന്നും ഇന്നലെ കണ്ട തങ്കു അല്ല കേട്ടോ. ഇന്ന് തങ്കു എത്ര നല്ലവനായ ഉണ്ണി, കാരണം പണി പാലം വളർത്തി കിട്ടുന്ന തങ്കുവിന് മനസ്സിലായിട്ട് തങ്കു റൂട്ട് അങ്ങ് മാറ്റി. നല്ല പ്രശ്നം ഇത്. ഇതിൻ്റെ KCDCയുടെ ചെയർമാനായിരിക്കുന്ന ആൾ വീട് വെച്ച് തന്നാൾ ഫിറോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെ. ഇപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടിടം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും, കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ട്, അവരോട് കടപ്പാടുമുണ്ട്. ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമില്ല. കാരണം ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി ഇതിന് പിന്നിൽ പൈസ മുടക്കി ആർക്കും ഒരു പൈസ എങ്ങനെ മുടക്കി അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും, മരണം വരെ അങ്ങനെയുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരാൻ കാര്യം എന്നാണെന്ന് പറഞ്ഞാൽ, രേണുവിനോട് ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടോയെന്ന്, വീട് ചോരുന്നുണ്ട്, ഇതുപോലെ നിങ്ങളെപ്പോലെ ഒരു വീഡിയോ കഴിച്ച് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇതിന് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ അവൾ അല്ല, തനിക്ക് പറയാൻ അറിയാവോ? അത് ആരാ പറയുന്നേ? രേണു ഇതിനെ കുറിച്ചൊന്നും പറയാൻ അറിയത്തില്ലെന്ന് പറയുന്നത് തനിക്ക് വല്ലതും അറിയാവോ? താൻ ഇന്നലെ വന്നിട്ട് നെഞ്ചും പുളന്ന് കാണിക്കുന്നത്, തന്റെ നെഞ്ചത്ത് ഫാൻ വീണെന്ന് പറയുന്നത്, താൻ എന്തൊക്കെ തോന്നിയ ദിവസം വിളിച്ച് പറഞ്ഞത് ഇന്നലെ? സാറേനെ വിളിച്ചിട്ടുള്ളൂ. ഇതുപോലൊരു വീട് ഒരു മനുഷ്യൻ ചത്തുപോയി കഴിഞ്ഞാൽ അവന്റെ ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഇതുപോലുള്ള വീടുകൾ വെച്ച് കൊടുക്കരുത്, അങ്ങനെയാണ് മറ്റാണെന്ന്. അവിടെ നാണം കെട്ട നാറി, ഞാൻ വിഴുകാൻ വിചാരിച്ചതാ. ഇവിടെ നാറി തന്നെ അങ്ങനെ ഞാൻ വിളിക്കത്തുള്ളൂ, നാണം കെട്ട നാറി അല്ലേ? ഇവനൊക്കെ പിന്നെ എന്തോ വിളിക്കണം? പാടുകളവൻ വന്നിട്ട് ഇതിന് തോന്നിയ ദിവസം പറയുന്ന കണ്ടില്ലേ? ഇതുപോലെ മാറ്റി പറയുന്നത്. അന്ന് സ്റ്റേഷനിലും സംഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്, സ്റ്റേഷനിൽ സംഭവിച്ച കുറെ കാര്യങ്ങൾ ഇതുപോലെ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവര്. കഷ്ടം ഉണ്ടെന്നില്ല ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണ. ഇദ്ദേഹം അത് കണ്ടോണ്ടേ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീഡിയോ ചെയ്തു. രേണുസുതി പറഞ്ഞത് 200% കള്ളമാണ്, അവിടെ ചോരുന്നില്ല ഒന്നും. എന്തായാലും ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കണം, ഒരു ചോരാത്തോ അല്ല നനയെന്നുള്ള വാക്ക് വ്യത്യാസം വന്നാൽ അതിൻ്റെ അകത്ത്. അപ്പോൾ അത് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അതിനോടനുബന്ധിച്ച് പിന്നെ പറഞ്ഞു, കൊല്ലംകാരാണ് ഇവിടെ താമസിക്കേണ്ടത്, കൊല്ലംകാരാണ് താമസിക്കേണ്ടത്. കൊല്ലംകാരെ താമസിക്കുന്ന ഇതേ ഓർത്തെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ട്. ഓർത്തത് അത് രേണുവിൻ്റെ വീട്ടുകാരെ ഇവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്കിതേ അവരോടും ഈ ലോകരോടും നിങ്ങളോടും പറയാനുള്ളത്, ഇതാണ് രേണു ഒരു സുധിയുടെ ഇളയമായി. 5.5 വയസ്സ് കഴിഞ്ഞതുള്ളൂ. അവനെ 1ാം ക്ലാസ് കൊണ്ട് ഇവിടെ ചേർക്കുകയും ഇതുവരെ. രേണു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ ആൽബങ്ങളും പാട്ടിൻ്റെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വരുമാനം അല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല. ഈ കുഞ്ഞിന് ഒരു ഡ്രസ്സെങ്കിലും എടുത്ത് കൊടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വയ്യ. ഇവന് അവളല്ലാതെ ആരും ഒന്നും ചെയ്യാനില്ല എന്നതില്ല. ആരും നമ്മളതിന് ഇന്നുവരെ അങ്ങനെ ഇവനെ നോക്കണം. അവളൊരു ജോലിക്ക് പോയിട്ട് വരുന്ന, അത് ജോലി ആയിക്കോട്ടെ, ഡാൻസാലും എന്തായാലും ജോലിയായിട്ട് അവൾ പോകും. അത് പോയിട്ട് അവൾ വന്നെങ്കിലേ വരുമാനമുള്ളൂ. ഇവനെ
നിങ്ങൾ കണ്ടോ, നിങ്ങൾ കാണണം, നിങ്ങൾ പിന്നെ നോക്കണം. ഇവൻ ഞങ്ങളുടെ പുറകുന്ന് ഇവൻ മാറത്തില്ല. കാരണം കുഞ്ഞിലോട്ട് സുതി ഉള്ളപ്പോഴും ഞങ്ങൾ അവരെ എടുത്തുകൊണ്ട് നടന്ന ആ ഒരു വല്യപ്പനും വല്യമ്മയെന്നുള്ളത് ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. രേണു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആരും അല്ലെങ്കിൽ ആ മൂത്ത ചേട്ടൻ കാണണം. ഇവൻ്റെ ചേട്ടൻ പിന്നെ നമ്മുടെ കിച്ചു ഇവിടെ ഉണ്ടെങ്കിൽ അവൻ കുടുംബമായിട്ട് താമസിക്കുകയാണെങ്കിൽ ഇവനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ നിൽക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ അത് രണ്ടുപേരും അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. അവർ രണ്ടുപേർക്കുള്ള വീടാണ്, അല്ല രേണുവിൻ്റെ പേർക്കും വീടുമില്ല, ഒന്നുമില്ല. ഒറ്റയ്ക്കായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതാ പറഞ്ഞു കുഞ്ഞിനെ, ഞാൻ ഇന്നാളെ വീഡിയോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയ വീഡിയോ പറഞ്ഞു, ഈ കുഞ്ഞിനെ ആരെങ്കിലും പിന്നെ ഏറ്റെടുക്കട്ടെ എന്ന് വെച്ചാൽ അവൻ പറയണം ഞാൻ പോയി എൻ്റെ വരെ കൊടുക്കുന്നത്. അങ്ങനെ അവനെ സംരക്ഷിക്കാൻ കഴിവുള്ള ആരെങ്കിലും വന്ന് ആ സെക്കൻഡ് ഞങ്ങൾ വാടക വീട്ടിൽ പോകും. ഞങ്ങൾ എന്റെ പൊന്നോ, അവൻ പറയട്ടെ കൊച്ചു ചേർക്കനെ പറയുമ്പോ ഇവിടെ താനെ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോകുന്നെങ്കിൽ പോയി. ഇപ്പൊ ഞാൻ അതേ പറയുന്നുള്ളൂ. ഇവരെന്തിനാ ഇപ്പഴീ കൊച്ചന്റെ പേരുമ്പോൾ ഞാൻ സംസാരിക്കാം. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോകുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ടുപോകും, അതല്ലേ വേണ്ടത്. എടേ അവൻ ആ പാടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നുറങ്ങിയാൽ മതി, അവൻ പഠിച്ചാലും മതി. അല്ല ഇപ്പൊ എന്തോ ഈ സംസാരിക്കുന്നേ? ഇപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പോവാം, കുഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ കുഞ്ഞ് ഒറ്റയ്ക്കായി പോകത്തില്ലേ? ഇതെന്തോ മുടന്ന സംസാരം. എടേ ഇവർക്കൊന്നും വിവരമില്ലേ? ആരെങ്കിലും പറഞ്ഞുകൂടെ ഇറങ്ങിപ്പോവാനാ? രേണുവിനോടോ എല്ലാം പറഞ്ഞു. അവിടെ ആ പെങ്ങളും അളിയനും ഒക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തത്. കിച്ചുവിനൊരു വീട്ടിൽ വന്നപ്പോൾ ഒരു മോശം ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് അങ്ങനെ സംസാരിച്ചത്. ഇയാൾ ഇങ്ങനെ വളച്ചൊടിക്കുന്ന എനിക്കറിയത്തില്ല. ഈ മനുഷ്യനെ കണ്ടില്ല ഇപ്പൊ എത്ര പാവത്തിനെ പോലെ സംസാരിക്കുന്നത്. സാറന്മാര് അത് മറ്റേതൊന്നും അല്ലായിരുന്നു ഇന്നലെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ തന്നെ മനസ്സിലാക്കി നിങ്ങൾ കുറെ എണ്ണം ഉണ്ട്. നീയൊക്കെ രേണുവിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. രേണുവിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി എന്തായാലും കാണും. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ബൈ, ലവ് യു.